കണ്ണൂരിന്റെ ഒരു മൈലാഞ്ചി ചെടിയുടെ ചോട്ടിലടങ്ങി മലപ്പുറത്തിന്റെ മണ്ണിലെ കർമ്മനിരതനായി നടന്ന് ഡൽഹിയിലെ തണുത്തുറഞ്ഞ ഗ്രാമാന്തരങ്ങളിൽ ന്യൂനപക്ഷത്തിന് ചൂടുകൊടുത്ത ഐക്യരാഷ്ട്രസഭ വരെ മുഴങ്ങിക്കേട്ട ശബ്ദത്തിന്റെ ഉടമയാണ് ജനാബ് ഇ അഹമ്മദ് സാഹിബ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കട്ടെ. അത്രയേറെയും പ്രതിഭാധനനായ ആ മനുഷ്യൻ ചില്ലറക്കാരനല്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ പാർലമെന്റിന്റെ തൊട്ടടുത്ത് അദ്ദേഹം സ്ഥിരമായി പോവാറുള്ള പള്ളിയിലെ ഇമാം എഴുതി വച്ചിട്ടുണ്ട്, അദ്ദേഹം എല്ലാ വക്കത്തിനും അവിടെ ഉള്ളപ്പോ കൃത്യമായി ജമാഅത്തിന് വന്നിരുന്നു. 30 വർഷക്കാലം ആ പള്ളിയിലെ സ്ഥിരമായി മഅ്മൂമായിരുന്നു. അവിടെ ചെല്ലുമ്പോ വെള്ളമുണ്ടോ എന്ന് ചോദിക്കും, പെയിന്റ് അടിക്കുന്നതിനെ കുറിച്ച് ചോദിക്കും. അദ്ദേഹം പറയാ, ഒരു ദിവസം സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. ചോദിച്ചു, സുബഹിയുടെ ബാങ്ക് വിളിക്കാറായോ? സുബഹിയുടെ ബാങ്ക് വിളിച്ചില്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമുണ്ടോ എന്ന് അന്വേഷിക്കണം അഹമ്മദ് സാഹിബ്. നിങ്ങളിപ്പോ എല്ലാരും കൂടെ എന്നെ ലീഗാനൊന്നും ആക്കണ്ട. ഇത് പോർക്കുമ്പോ ഇയാൾ വിചാരിക്കുമോ വടച്ചോൻ ഇയാൾ അങ്ങോട്ട് പോയി. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടാ. വിചാരിക്കുമോ? അങ്ങനെ വിചാരിച്ചാൽ എനിക്കൊരു പുല്ലാന്ന് പറയാനാണ് ഇത് പറയാൻ. വിഷയമൊന്നുമില്ല. ഒരാളുടെ നന്മയെക്കുറിച്ച് പറയാൻ പറ്റില്ലേ പറയാം. ഡോക്ടർ KT ജലീൽ സാഹിബ് ഇരിക്കുന്ന സദസ്സ് ഞാൻ അദ്ദേഹം ചെയ്ത നന്മയെക്കുറിച്ച് പറയാറുണ്ട്. ഒരിക്കൽ AN ഷംസീർ MLA ഒരു ബാങ്ക് വിളിയുടെ വിവാദം ഉണ്ടായപ്പോൾ ഞാനാണ് അതിനകത്ത് ആദ്യം പ്രതികരിച്ചത്. ഒരാളുടെ നന്മയെ നമ്മൾ നോക്കിയാൽ പോലെ തിന്മകൾ നമ്മൾ നോക്കണ്ട. ഒരാളുടെ തിന്മ നമ്മൾ നോക്കണമെങ്കിൽ നമ്മളുടെ എല്ലാ നന്മയായിരിക്കണം. നമ്മുടെ എല്ലാ നന്മയല്ല തിന്മ നമുക്കുള്ളിടത്തോളം കാലം മറ്റൊരാളുടെ തിന്മയുടെ പുറകെ നമ്മൾ നോക്കി നടക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത്രയും മഹാനായ ഐക്യരാഷ്ട്രസഭ വരെ വിദേശ രാഷ്ട്ര തലവന്മാർ റാമല്ലയുടെ തീരുപ്പുന്ന നഗരങ്ങളിലും ഗുജറാത്തിലെ കട്ടപിടിച്ച വർഗീയതയുടെ കിടന്ന അഹമ്മദ് സാഹിബ് ങ്ങളുടെ തലമുറ, ഇപ്പൊ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം നൽകുന്ന തലമുറ, 3 തലമുറയുടെ നേതൃത്വം വഹിച്ച ദിശാബോധം വഹിച്ച ആ മഹാമനുഷ്യൻ. പക്ഷേ അദ്ദേഹം സ്വന്തം മകൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ആ ഒരു സാഹചര്യം സക്കറാത്തിന്റെ അവസ്ഥയിൽ നമുക്കൊരു ദിക്ർ പറഞ്ഞ് തരാൻ വേണ്ടി വന്നാൽ അതുപോലും ഏറ്റു പറയാൻ കഴിയാത്ത ഒരു ഭീതിതമായ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ഓർമ്മ നമുക്കുള്ളപ്പോഴാണ് നമുക്ക് ജീവനുള്ള സമയത്ത് പരമാവധി അവനവന് തന്നെ അത് ചെയ്യണമെന്നുള്ള ബോധം ഉണ്ടാവും. അദ്ദേഹത്തെ പറയാൻ സമ്മതിച്ചില്ല, ഖുർആനോദാൻ സമ്മതിച്ചില്ല. പക്ഷെ അഹമ്മദ് സാഹിബിന്റെ മോള് അഹമ്മദ് സാഹിബിനേക്കാൾ വീര്യമുള്ള മോളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം വീട്ടിൽ മയ്യത്ത് കാണാൻ വന്നപ്പോ ആ മോള് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ പാവപ്പെട്ടവനെയാണ് നിങ്ങൾ തന്നെ മോഡിയെ കണ്ട നമ്മൾ മാറ്റി നമ്മൾ സൈലന്റ് മോഡാവും. ഇപ്പൊ നമ്മൾ പെട്ട നരേന്ദ്രമോദി വന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മോഡ് മാറ്റി നമ്മൾ സൈലന്റ് മോഡാവും. ഇനി അപ്പൊ ഞാനൊരു ഇച്ചിരി കൂടെ ഊശലുള്ളവനാണെങ്കിൽ വൈബ്രേറ്റ് മോഡിലെങ്കിലും ഇടും. ഇത് അദ്ദേഹത്തോട് കാര്യം പറയാം. കാര്യമില്ല. ഇപ്പൊ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും കാര്യം പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളോട്, ഞാൻ ആരെയും ഭീതിപ്പെടുത്തുകയല്ല. നമ്മൾ വളരുന്ന ഒരു സാഹചര്യം, നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മുടെ മോൻ നമ്മുടെ അടുക്കലിരുന്ന് ഒരു യാസീൻ ഓതാൻ തീരുമാനിച്ചാൽ അതിന് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ഒരവസ്ഥയിലാണ് നമ്മുടെ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. ലോകത്ത് മുഴുവന് മടക്കി ഭരിച്ച ഏകാധിപതികളെതിരെവിടെ തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രജകളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയ ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും പൊയ്ക്കാലുകള് അധികാരത്തെ ആടിയ ഏകാധിപതികളെവിടെ? ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായി നരകത്തിന്റെ വിശാലമായ ചർച്ചകളിലോട്ട് കടന്നു പോകുമ്പോ ആദ്യമായി നരകം അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നാവ് പിടത്തിയിട്ട് ആദ്യം ചോദിക്കുക, എവിടെ ഏകാധിപതികൾ? എവിടെ? ലോകം മുഴുവന് മടക്കി ഭരിച്ച ഏകാധിപതികളെയും സ്വേച്ഛാധിപതികളെയും ബെലിറ്റോ മുസോളിനിയും ഗ്രേറ്റ് അലക്സാണ്ടർ നെപ്പോളിയൻ ബോണപ്പാട്ടടക്കമുള്ള കംബോഡിയയുടെ തെരുവോരങ്ങളിൽ 10,000-കണക്കിന് ആളുകളുടെ തലയോട്ടിയുടെ മുകളിലെ സിംഹാസനം പണിത പോൾപോട്ടടക്കമുള്ള ഏകാധിപതികൾ
അവരെ ചോദ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാളുമില്ല എങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ വിരലനക്കാൻ ഭൂമിയിൽ ആരുമില്ലാതിരുന്നെങ്കിലും നാളെ പരലോകത്ത് വരുമ്പോ ലോകത്തിന്റെ സർവാധിപതിയായ തമ്പുരാന്റെ മുമ്പിൽ, കഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, ഏകാധിപതിയായ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു ഏകാധിപതികളുടെ മടക്ക സ്ഥാനമായി വച്ചിരിക്കുന്ന നരകമന്വേഷിക്കുന്നത് ഏകാധിപതികളെയാ. അധികാരത്തിന്റെ പേരിൽ അവകാശങ്ങളെ അടിച്ചമർത്തിയവിടെ ഇവിടെയാണ് ഞാൻ ഓത്തുപോകുന്നത്. ആരെയാണ് അന്വേഷിക്കുക? 4 പതിറ്റാണ്ട് കാലം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ പ്രതിനാദാനം ചെയ്ത് അതേ പാർലമെന്റ് മന്ദിരത്തില് ബജറ്റ് നന്ദി പ്രസംഗത്തിന് മുമ്പുള്ള പരിപാടിക്കടയിലെ തളർന്നു വീട് 4 പതിറ്റാണ്ട് കാലം തന്റെ നയചാതുരി കൊണ്ടും തന്റെ വാക്ചാതുരി കൊണ്ടും തന്റെ നയവക്തിത്വം കൊണ്ടും തന്റെ രാഷ്ട്രീയ മികവ് കൊണ്ടും ഇന്ത്യ രാജ്യത്തിന് വിദേശ രാഷ്ട്രങ്ങളുടെ ഇടയിൽ പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്ത 4 പതിറ്റാണ്ട് കാലം താൻ സേവനമനുഷ്ഠിച്ച ഭാഗത്ത് നിന്ന് കുടഞ്ഞു വീടുമ്പോ അവിടെ നിന്ന് നേരെ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ട് അവിടെ എത്തി മിനിറ്റുകൾക്കകടം ആ പ്രിയപ്പെട്ട ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു പോയിട്ടും അവസാനം മയ്യത്തുനിന്ന് കാണാൻ കഴിയാറ്. ആ മരിച്ച ശരീരത്തിലേക്ക് അത്യന്താധുനിക ഉപകരണത്തിന്റെ പ്രഹരം കൊടുത്ത് ബജറ്റ് അവതരണം വരെ, തന്റെ അധികാരത്തിന്റെ മിനിസമുഖത്തിന് വേണ്ടി ബജറ്റ് അവതരണം വരെ ഒരു പാവപ്പെട്ട ജനാധിപത്യത്തിന്റെ കാവലാളിന്റെ ശരീരത്തോട് അത്യന്താധുനിക ഉപകരണം കൊണ്ട് ക്രൂരമായ ക്രൂരത കാണിച്ചു കൊടുത്ത സ്വന്തം മക്കൾ പോലും മരിക്കുന്ന പിതാവിന്റെ അടുക്കൽ പോയിട്ട് മതവിശ്വാസമനുസരിച്ച് അവസാനമൊന്ന് ദിക്ർ പറഞ്ഞു കൊടുക്കാൻ, അവസാനമൊന്ന് ഖുർആൻ ഓതാൻ പോലും അവസരം നിഷേധിക്കപ്പെടുമ്പോ ആ നിഷേധിക്കപ്പെട്ട അവസരത്തിന്റെ ഉള്ളിലും ജനാധിപത്യത്തിന്റെ കാവലാളുകൾ തന്നെ ജനാധിപത്യത്തിന്റെ സ്വാഭാവികമായ അവകാശങ്ങളെ അടിച്ചമർത്തപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ചതമ്പുരാന്റെ മഹിഷറയുടെ മുമ്പ് നമ്മുടെ വിശ്വാസം അവിടെയാണല്ലോ. പരലോകത്ത് പടച്ചതമ്പുരാന്റെ മുമ്പ് ഈ ജനാധിപത്യത്തിന്റെ മുകളിൽ അടയിരിക്കുന്ന ഏകാധിപതികളും ആക്രമിക്കപ്പെട്ട പാവപ്പെട്ട ഇരകളും ഹാജരാക്കപ്പെടുമ്പോ മഹാനായ ബഹുമാനപ്പെട്ട പി അഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ സേവനത്തെ അറിയുക. മഹാനായ ബഹുമാനപ്പെട്ട ജനാധിപത്യത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗകുമാര്യത്തെയും സൗരഭ്യത്തെയും അറബിക്കടലിന്റെ അലമാലകളും താണ്ടിക്കടന്നിട്ട് വിദേശ രാഷ്ട്രങ്ങളുടെ മുകളിൽ പെരുമ കൊടുത്ത യാസർ അറഫാത്തിന്റെ തീതുപ്പുന്ന റമല്ലയുടെ തെരുവോരങ്ങളിലും ചോര മണക്കുന്ന ഗുജറാത്തിന്റെ വർഗീയ കലാപഭൂമികളിലും സമാധാനത്തിന്റെ സൗരഭ്യവുമായി കടന്നു വന്ന മഹാനായ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടപ്പോ അദ്ദേഹം പതിവായി 30 വർഷക്കാലം നമസ്കാരത്തിന് സാന്നിധ്യം അനുഭവിച്ച ഡൽഹി ജുമാ മസ്ജിദിലെ പാർലമെന്റിന്റെ അടുത്തുള്ള ജുമാ മസ്ജിദിലെ ഇമാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന വികാരഭരിതമായൊരു പ്രസംഗത്തിന്റെ ശകലമുണ്ട്. ഞാനിത് പറയുന്നത് രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുത്താനല്ല. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ കൃത്യാന്തര ബാഹുല്യത്തിന്റെ തിരക്കുകൾക്കിടയിലും ഒരു മനുഷ്യനാവാൻ കഴിയും. അദ്ദേഹം പറയാ, അഹമ്മദ് സാഹിബ് നിസ്കരിക്കാമെന്നാൽ ഹൗദിൽ വെള്ളമുണ്ടോ, അവിടെ ശുദ്ധിയുണ്ടോ, എല്ലാ കാര്യങ്ങളും പതിവായി ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞ് ഇമാമിന്റെ കയ്യിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാ, ഒരു ദിവസം ഞാൻ നോക്കുമ്പോ വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കോള് വരുന്നു. സുബഹിക്ക് മുമ്പ് ഒരു 4 മണിയായപ്പോ എന്താണെന്നറിയാതെ ഫോൺ എടുത്തപ്പോ മറുതലക്കിൽ നിന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, സുബഹിയുടെ ബാങ്ക് വിളിച്ചോ, അതല്ല തഹജ്ജുദിന്റെ സമയം ബാക്കിയുണ്ടോ? അദ്ദേഹം ഇമാമ് നടത്തുന്ന പ്രസംഗം ഞാൻ കടമെടുത്തു പറയാ. അദ്ദേഹം പറയാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കഴിഞ്ഞു എന്ന് വിളിച്ചന്വേഷിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അദ്ദേഹം ചെയ്ത സുഹൃതങ്ങളുടെ പ്രതിഫലം അല്ലാഹു നാളെ പരലോകത്ത് കൊടുക്കും. പക്ഷേ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുണ്ട് ഏകാധിപത്യത്തിന്റെ പൊയ്ക്കാലുകളെ സൃഷ്ടിച്ചവർക്ക് നാളെ നരകമാദ്യം ചോദിക്കുന്നത് ലിക്കുല്ലി ജബ്ബാരിനീ, ഏകാധിപതികളെയാണ് ഞാൻ അന്വേഷിച്ചിറങ്ങിയതെന്ന് നാളെ നരകം മറുപടി പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ